ഇവിടെ ഉൽപ്പാദനം നടത്തുന്ന തൈകളല്ലാതെ മറ്റൊരു തൈകളും നമ്മളിവിടെ വിൽപ്പന നടത്തുന്നില്ല. വിശ്വാസമായ തൈകൾ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിതമാണ് നമ്മളെ ഈ കൈകൊണ്ട് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെ കൈകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകളാണ്. അത് ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. കായ പിടിച്ചു എന്ന് ഉറപ്പുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുത്ത് അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് കായ പിടിച്ചതായിരിക്കണം. അല്ലാത്ത പക്ഷം വിത്തിട്ട് മുളച്ച തൈകൾ പോലെ കുറേ കാലം കഴിഞ്ഞേ അത് കായ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് മദർ പ്ലാന്റ് എപ്പോഴും കായ പിടിച്ചതായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതിൽ കാണിച്ചത് അത്തിപ്പഴമാണ്. അതിൻ്റെ ക്വാളിറ്റിയും ഒറിജിനാലിറ്റിയും ഒക്കെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തൈകളുടെ എണ്ണങ്ങളും ഐറ്റംസിൻ്റെ എണ്ണമൊക്കെ പരിമിതമായിരിക്കും. ഓരോന്നായിട്ടിങ്ങനെ തുടങ്ങി വരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മളെ സംരംഭത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.